നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെയും നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മുംബൈ സിറ്റി FC പോരാട്ടമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. വാശിയേറിയ പോരാട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മുംബൈ സിറ്റി FCനെ കേരള ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് സ്വന്തം തട്ടകത്തിൽ തോൽപ്പിച്ചു വിട്ടിരിക്കുകയാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിന്നും പ്രകടനമാണ് ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഡിമിട്രിയോസ് ഡയമൻഡക്കോസിൻ്റെ വക ആദ്യ ഗോൾ നേടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പെപ്രയുടെ വകയായിരുന്നു ആ അസിസ്റ്റ്. അതിനുശേഷം ആദ്യ പകുതിയിൽ തന്നെ പെപ്ര മറ്റൊരു ഗോളും കൂടെ നേടി കേരള ബ്ലാസ്റ്റേഴ്സിനെ 2-0 എന്ന നിലയിൽ മുൻപന്തിൽ നിർത്തിയെന്ന് തന്നെ പറയേണ്ടി വരും. രണ്ടാം പകുതിയിലും വാശിയേറിയ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചെങ്കിലും ഗോളുകൾ നേടാൻ സാധിച്ചില്ലായിരുന്നു. ഡിഫൻസ് തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടാം പകുതിയിൽ നോക്കിയത്. അതുകൊണ്ട് തന്നെ 2-0 എന്ന നിലയിൽ ബ്ലാസ്റ്റേഴ്സിനൊരു വമ്പൻ വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരത്തിൽ ഹീറോ ഓഫ് ദ മാച്ചായിട്ട് പെപ്രനെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യമേയെല്ലാം പെപ്രനെ നമ്മൾ കുറേ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ പെപ്രയുടെ മികച്ച തിരിച്ചുവരവ് തന്നെയാണ് നമുക്ക് ഓരോ മത്സരത്തിലും കാണാൻ സാധിക്കുന്നത്. നിലവിൽ പെപ്രയുടെ വക 2 ഗോളും 1 അസിസ്റ്റും നിലവിലുണ്ട്. ഡിമിട്രിയോസിൻ്റെ ഈ സീസണിലെ 6ാമത്തെ ഗോളായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ നേടിക്കൊടുത്തത്. എന്തായാലും അഡ്രിയാൻ ലൂണ ഇല്ലാതെയായിരുന്നു ആ മത്സരത്തിന് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയത്. എന്തായാലും അഡ്രിയാൻ ലൂണയുടെ പകരക്കാരനെ ആ മത്സരത്തിൽ സ്റ്റേഡിയത്തിൽ വെച്ച് കണ്ടവരുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു സ്പോർട്ടിംഗ് ഡയറക്ടറിൻ്റെ തൊട്ടടുത്ത് ഒരു താരത്തിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിയും ഇട്ട്. എന്നാൽ പല ആരാധകരും പല രീതിയിലാണ് പറയുന്നത്. സ്പോർട്ടിംഗ് ഡയറക്ടറിൻ്റെ സഹോദരനാണെന്ന് ചിലർ പറയുന്നെങ്കിൽ ചിലർ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ഞെട്ടിച്ചുള്ള സൈനിങ് തന്നെയാണ്. അഡ്രിയാൻ ലൂണ പകരക്കാരനെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കഴിഞ്ഞ ദിവസം കണ്ടതെന്നും പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇത് സംഭവിക്കുമോ ഇല്ലയോ എന്ന്